My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. So, let's see your next 30 days. വരുന്ന 30 ദിവസത്തിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ്, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ സൈക്കിക് മെസ്സേജ് അബൌട്ട് യുവർ നെക്സ്റ്റ് 30 ഡേയ്സ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം, റൈറ്റ്? സോ ഇവിടെ നിങ്ങൾക്ക് 3 ഗ്രൂപ്പ് കാണാൻ സാധിക്കും, 3 സ്റ്റോൺസ്, റൈറ്റ്? സോ നിങ്ങൾക്ക് ഏതിനോടാണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് ആ സ്റ്റോൺ നിങ്ങൾ സെലക്ട് ചെയ്യാം. യെസ്, ഇതൊരു ജനറിക് റീഡിംഗ് ആണ്, ബട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മെസ്സേജ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾക്കത് റൈറ്റ് ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് മെസ്സേജ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് റിലേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എടുക്കാം, ഓർ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഡോണ്ട് കീപ് ഇൻ യുവർ മൈൻഡ്. സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട് your next 30 days. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ വരുന്ന 30 ദിവസം എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ഓർ എന്തൊക്കെ സർപ്രൈസ് ആണ് നിങ്ങൾക്കുള്ളത്, ഓർ ഇറ്റ്സ് ലൈക്ക് എ മാജിക് ബോക്സ്. ഗ്രൂപ്പ് നമ്പർ 1 അങ്ങനെയാണ് എനിക്ക് നിങ്ങളുടെ ഒരു റീഡിംഗ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ ഏറ്റവും ആസ്വദിച്ച് ചെയ്യാൻ പോകുന്ന ഒരു ദിവസങ്ങളാണ് ഈ വരുന്ന 30 ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബ്, റിലേഷൻഷിപ്പ്, ഓർ നിങ്ങളുടെ പേഴ്സണൽ ലൈറ്റ് നിങ്ങൾ എന്തൊക്കെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആക്കുന്നുണ്ട്, നിങ്ങൾ വളരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്ന് വരുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സും ശരീരവും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കാണുന്നത് എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്തിലാണോ നിങ്ങൾ എൻഗേജ്ഡ് ആകാൻ പോകുന്നത് നിങ്ങൾ അതിൽ എക്സ്ട്രീം ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സമാധാനം സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻസ്പയർ ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന ഓരോ ആക്ഷനും നിങ്ങൾക്ക് ഇൻസ്പയർ ആവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്പയർ ആയിട്ടുള്ള റിസൾട്ട് അതിൽ നിന്ന് ഉണ്ടാവും. സോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, നിങ്ങൾ കൂടുതൽ ക്രിയേറ്റീവ് ആവാൻ തുടങ്ങും, കൂടുതൽ നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. അത് എന്തിലാണെന്നുണ്ടെങ്കിലും, ഓക്കെ, ഈവൻ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എടുക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ പോലും വിചാരിക്കാത്ത ചില ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്നതായിരിക്കാം. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും, കൂടുതൽ റിസീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു വരുന്ന 30 ഡേയ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ജനറസ് ആവുക. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതല്ല, നിങ്ങൾ വളരെ ജനറസ് ആവുക. എന്താണോ നിങ്ങൾ കൊടുക്കുന്നത്, എന്ത് സർവീസ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്, എന്ത് ഇഷ്ടത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്ത് ജോലിയാണോ നിങ്ങൾ ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ വളരെ സന്തോഷമായിട്ട് നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ വരുന്ന 30 ഡേയ്സിൽ നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ ഈ വരുന്ന 30 ഡേയ്സിൽ വളരെ സന്തോഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഐ ക്യാൻ സീ ദാറ്റ് ലൈക്ക് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു യങ് വേർഷൻ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല പ്രായത്തിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് ജെല്ലാവാൻ സാധിക്കുന്നുണ്ട്, പല പ്രായത്തിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനും നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനും സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി വളരെ യങ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ, നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഇന്നർ ചൈൽഡും ഒരുപാട് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഐ ക്യാൻ സീ ദാറ്റ് നിങ്ങൾ ഒരു അഡൾട്ട് വളരെ ചെറിയ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് പോലെ. ഓക്കെ, ടെൽ മീ ലൈക്ക് നിങ്ങൾ ഈ വരുന്ന 30 ഡേയ്സിനുള്ളിൽ ചെറിയ കുട്ടികളുടെ കൂടെ എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് അവരുടെ ഒരു വൈബ്, അവരുടെ ഒരു പ്രസൻസ് നിങ്ങൾ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒരു മൈൻഡ്, നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി, നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാൻ അത് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ഓൾറെഡി പാരൻ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. ഓർ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ കുട്ടിയാക്കുന്നതോ ഓർ നിങ്ങൾക്ക് കുട്ടിയാക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ പ്രസൻസിൽ ചില ആളുകൾ കുട്ടികളായി മാറുന്നുണ്ട്, നിങ്ങൾ ചില ആളുകളുടെ പ്രസൻസിൽ നിങ്ങൾ കുട്ടികളായി മാറുന്നുണ്ട്. എന്താണത്, നിങ്ങൾ അങ്ങനെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുടെ പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകളുടെ പ്രസൻസ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ചില പ്രസൻസ് ചില ആളുകൾ വളരെ സേഫ് ആൻഡ് ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ വളരെ ഒരു കംപ്ലീറ്റ് ആക്കുന്ന മൊമെന്റ്സ് നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് ചില ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് അത് തിരിച്ചും മേ ബി ലൈക്ക് അത് മ്യൂച്വലി നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. ഗ്രൂപ്പ് നമ്പർ 1, കം ഓൺ ഗൈസ്. സോ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഓൾറെഡി പോകുന്നുണ്ടെങ്കിൽ, ഓർ ദിസ് ഇസ് സംതിങ് യു എക്സാക്ട്ലി വോണ്ട് ഇൻ യുവർ ലൈഫ്, ക്ലെയിം ഇറ്റ്.
ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പല മെന്റൽ കോൺഫ്ലിക്ട്സും ഉണ്ടായിരിക്കണം, അല്ലെ? നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില മെന്റൽ കോൺഫ്ലിക്ട്. സി ആൻഡ് അഗെയിൻ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു റീസൺ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രശ്നത്തിന്റെ ഒരു കാരണം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ വരുന്ന ഒരു 30 ഡേയ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എക്സാക്ട്ലി. സി, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടികളായിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. ബട്ട് പ്രോബബ്ലി കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ ആ ഒരു ഉള്ളിൽ ആ ഒരു കുട്ടി അങ്ങനെ നോക്കേണ്ട ഒരാളെ നിങ്ങളിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ സാഹചര്യം കാരണം നിങ്ങളെ ആ ഒരു കുട്ടീനെ വേണ്ട രീതിയിൽ കാണാൻ ആർക്കും പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെ? അല്ലെങ്കിൽ നിങ്ങളുടെ ചില ഇമോഷൻസ് വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ ആർക്കും പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഒരു സ്ട്രെസ് ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്ട്രെസ് നിങ്ങളുടെ അത്രയും വേണ്ടപ്പെട്ട ആളുകൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെ? പക്ഷെ ഈ വരുന്ന ഒരു 30 ഡേയ്സിനുള്ളിൽ പറയാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒന്നും അറിയാണ്ട് ചില ആളുകൾ ലൈഫിൽ വന്നിട്ട് നിങ്ങളുടെ ഈ ഒരു സ്ട്രെസ്, നിങ്ങൾ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ റൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ദേഷ്യം ആയിക്കോട്ടെ, നിങ്ങളുടെ ടെൻഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ സ്ട്രെസ് ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ചില ആളുകൾക്ക് അറിഞ്ഞോ അറിയാതെയോ അത് മനസ്സിലാവുന്നുണ്ട്. ഗൈസ്, ഗ്രൂപ്പ് നമ്പർ 1, യു ഗൈസ് ആർ സോ ലക്കി. ഒരു 30 ഡേയ്സ് ടൈമിനുള്ളിൽ. ഓക്കെ, സോ നമ്മൾ അങ്ങനെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, അല്ലെ? വലിയ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രസൻസ്, അങ്ങനത്തെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, റിലേഷൻഷിപ്പ് ഉണ്ട്, സ്പെഷ്യലി ലൈക്ക് ഇമോഷണൽ കണക്ഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് ഈ ഒരു വരുന്ന 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ ഇമോഷൻസും കുറെ കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പ്രിപ്പയർഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആരുടെ അടുത്തെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളത് ഇന്റൻഷനലി പറയാന്നുള്ളതല്ല, റൈറ്റ് പ്ലേസ് വരും, റൈറ്റ് സിറ്റുവേഷൻ വരും, നിങ്ങൾക്ക് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ റൈറ്റ് പേഴ്സൺ നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു 30 ഡേയ്സിനുള്ളിൽ. കമോൺ ഗ്രൂപ്പ് നമ്പർ 1, ക്ലെയിം ഇറ്റ്. ഓക്കെ, സോ ഇത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു സംഗമം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നല്ല ആളുകളെ, ക്വാളിറ്റി ഉള്ള ആളുകളെ മീറ്റ് ചെയ്യുക, ക്വാളിറ്റി ഉള്ള ആളുകളുടെ പ്രസൻസ്, നല്ല രീതിയിൽ ലിസൺ ചെയ്യാൻ സാധിക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുക, ഇതൊക്കെ നിങ്ങൾ ഈ ഒരു വരുന്ന 30 ഡേയ്സിനുള്ളിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യൽ ഡിസ്കഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യൽ ഡിസ്കഷന്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് അത് സൗഹൃദങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, റീയൂണിയൻ പോലെ നിങ്ങൾ ഒരു പ്ലേസിൽ പോയി ഗ്യാദർ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ കുറേ കാലത്തിന് ശേഷം നിങ്ങളുടെ ചില വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ചേർന്ന് നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ പോകുന്ന അവരുള്ള പ്ലേസിലേക്ക് നിങ്ങൾ പോവോ അല്ലെങ്കിൽ നിങ്ങളുള്ള പ്ലേസിലേക്ക് അവർ വരുമോ എന്നുള്ളതല്ല, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലേസിൽ എത്തിച്ചെന്ന് നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അത് എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യൽ ഡിസ്കഷൻ ആയിരിക്കാം. ഓക്കെ, സോ ഒഫീഷ്യൽ ഡിസ്കഷൻ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് കൺഫേം ആവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, അത് അവിടെ സോൾവ് ആവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷനിൽ എവിടെയെങ്കിലും റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ആവശ്യമുണ്ടോ, റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ ആവശ്യം ഉണ്ടായിരുന്നോ, അത് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാണ്, മുന്നോട്ട് വരികയാണ്. ഓക്കെ, അതാണ് ലൈഫിന്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു 30 ഡേയ്സിനുള്ളിൽ. ഓക്കെ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. മുന്നോട്ട് കണക്ട് ചെയ്തു വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അഗെയിൻ എന്താണ് അവിടെ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങളുടെ ഒരു പ്രവൃത്തി, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ അർഹിക്കുന്ന കാര്യങ്ങൾ അവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു കാത്തിരിപ്പിന് അവിടെ അർഹിക്കുന്ന പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, അർഹിക്കുന്ന രീതിയിൽ അത് അവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, എന്താണോ നിങ്ങളുടെ മനസ്സിന്, ശരീരത്തിന്, നിങ്ങളെന്ന വ്യക്തിക്ക് വേണ്ടത്, അത് റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു 30 ഡേയ്സിനുള്ളിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈവൻ ഇത്രയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അവിടെ സെർവ് ആവുന്നുണ്ട്. സോ ബി വെരി ഗ്രേറ്റ്ഫുൾ. ഈവൻ ചെറിയ രീതിയിൽ നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന എക്സാക്ട്ലി അതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ പോലും പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയിൽ
അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരാളെ ഒരുപാട് കാലങ്ങളായിട്ട് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം. ചില ആളുകളെ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ബട്ട് കുറച്ച് സമയമായിട്ട് അതിനെ പറ്റിയിട്ടുള്ള യാതൊരു ഡിസ്കഷനോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ബട്ട് ഈ വരുന്നൊരു 30 ഡേയ്സിനുള്ളിലായിരിക്കാം നിങ്ങൾ വീണ്ടും അതൊരു കൺഫർമേഷനിലേക്ക് വരുന്നുണ്ടായിരിക്കാം. ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയിട്ട് വീണ്ടും ക്വാളിറ്റി ഉള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതായിരിക്കാം. ഓക്കെ, കുറച്ചുകൂടി കൺവിൻസിങ് ആവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ റൈറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വരുന്ന 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1. സോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ വീട്ടിലേക്കോ ഓർ നിങ്ങളൊരു ഫംഗ്ഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയാം ഇന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്, അല്ലേ? നിങ്ങളൊരു വീട് വെക്കാണ്, ആ വീട്ടിൻ്റെ ഓരോരോ ഭാഗത്ത് നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയാം എന്താണ് വേണ്ടത്. സോ എക്സാക്ട്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്, ഗ്യാദർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഇന്ന കാര്യങ്ങൾ, അത് ഈവൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും. ഓക്കെ, സോ എക്സാക്ട്ലി നിങ്ങൾക്കറിയാം എൻ്റെ ലൈഫിൽ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിൽ എന്താണ് വേണ്ടത്, എൻ്റെ വീട്ടിൽ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അറിയാം. ഗ്രൂപ്പ് നമ്പർ 1 ഈ വരുന്ന 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾ കളക്ട് ചെയ്യാൻ പോവാണ് ആ ഒരു കാര്യം. ഓക്കെ, ഇതെനിക്ക് വേണ്ടതാണ്. അത് ഈവൻ അത് ചെറിയ രീതിയിലാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതെങ്കിൽ പോലും ക്ലെയിം ഇറ്റ്. ഓക്കെ, ബിക്കോസ് ഈ ഒരു 30 ഡേയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ടൈമിൽ സീഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, വിത്ത് പാകിയിട്ടുള്ള ഒരു കാര്യങ്ങൾ മുളയ്ക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, സോ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പല 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 മാറ്റങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ, ഓക്കെ, സോ ചെറിയ ചെറിയ രീതിയിൽ അതിങ്ങനെ മുട്ടിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, വിടർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ ഗ്രോത്ത് അവിടെ നിന്ന് ഉണ്ടാവും, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ആളുകൾക്ക് ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് അതാണ് നിങ്ങളെ കൂടുതൽ ആക്റ്റീവ് ആക്കുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഒരു റിയൽ ഹാപ്പിനെസ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്, ഒരു പ്രോമിസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, അല്ലേ? സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ ഒരു എഫക്റ്റും ഇല്ലാണ്ട്, ഇത്ര കാലമായിട്ട് നിങ്ങൾ ഒരു റിസൾട്ടും ഇല്ലാണ്ടായിരിക്കാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. എപ്പോഴെങ്കിലും ഒരു മാറ്റം വരുന്നുള്ള രീതിയിലായിരിക്കാം, ഒരു പ്രോഗ്രസ്സും ഇല്ലാണ്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക, അല്ലേ? സോ ഈ ഒരു വരുന്ന 30 ഡേയ്സിൽ നിങ്ങൾ അങ്ങനെ ശ്രമിക്കുന്ന ഒരു കാര്യം, അങ്ങനെ എഫേർട്ട് കൊടുക്കുന്ന ഒരു കാര്യങ്ങൾ ചെറിയ രീതിയിലൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് മുള പൊട്ടാൻ പോവാണ്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഗ്രോത്ത് കാണിക്കാൻ പോവാണ്. അത് പല ഏരിയാസിലായിരിക്കാം. പേഴ്സണൽ ഗ്രോത്ത് ആയിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ഫൈനാൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കാം, നിങ്ങളുടെ കരിയറിലായിരിക്കാം. എന്താണ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്, എന്തിലാണോ നിങ്ങളുടെ എഫേർട്ട് കൊടുക്കുന്നത്, അവിടെ ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗൈസ്, ദിസ് ഇസ് സച്ച് എ പവർഫുൾ കാർഡ്. ഓക്കെ, സച്ച് എ പവർഫുൾ കാർഡ്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ഇമ്പോസിബിൾ എന്ന് തോന്നുന്നത്, എന്താണോ ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, ഗൈസ്, നിങ്ങൾ അതിന്ന് തന്നെയാണ് സക്സസ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് എ വെരി സ്ട്രോങ് കൺഫർമേഷൻ. ആരൊക്കെയാണ് ഇത് കേൾക്കേണ്ടതെന്ന് അറിയില്ല. ദിസ് ഇസ് എ വെരി സി ഹൗ പവർഫുൾ ദിസ് കാർഡ്. ഗ്രൂപ്പ് നമ്പർ 1. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ എത്ര കെട്ടിവെച്ചാലും നിങ്ങൾ അതിന്ന് പുറത്തേക്ക് വരാണ്. ഓക്കെ, ലൈഫിനെ നിങ്ങൾ തോൽപ്പിക്കാൻ പറ്റില്ല. ലൈഫിൽ ഒരു സിറ്റുവേഷനും നിങ്ങൾ തോൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനത്തെ ആളുകളാണ്. ഓക്കെ, അങ്ങനത്തെ മാനസികപരമായിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള ആളുകളാണ്, ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ആളുകളാണ്, ആ ഒരു സ്ട്രോങ് ഇൻറ്റ്യൂഷൻ ഉള്ള ആളുകളാണ്. ഓക്കെ, സോ എന്താണ് ഈ സമയത്ത് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത്, നിങ്ങൾ അതിൽ തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. അത് തന്നെയാണ് നിങ്ങളെ ഇങ്ങനത്തെ ഒരു സക്സസിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. ഈവൻ പോസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പോലും കീപ് വർക്കിംഗ് ഓൺ ഇറ്റ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തുനിന്ന് പ്രോഗ്രസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കത് ഷുവർ ആണ്, ഓക്കെ, നിങ്ങൾക്കത് ഉറപ്പുള്ളൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ വർക്ക് ചെയ്യുക. ഓക്കെ, ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യുക, ഫെയ്ത്ത് ഉണ്ടാവുക ആ ഒരു കാര്യത്തിൽ, ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ മാറ്റി വെക്കുക. സോ ചില കാര്യങ്ങൾ എത്തുന്നത് വരെ നമുക്ക് ചില സ്ട്രെസ് ഒന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അതിന്റെ കൂടെ തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാം. പക്ഷെ അതൊരിക്കലും നിങ്ങൾ ലിമിറ്റ് ചെയ്യാതെ നിങ്ങൾ നോക്കുക. ബിക്കോസ് എന്താണോ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചാലഞ്ച് ആയിട്ട് തോന്നുന്നത്, അത് തന്നെയാണ് നിങ്ങളെ ഏറ്റവും വലിയ വിജയത്തിൽ കൊണ്ടുവെക്കുന്നത്. എന്താണോ നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് നിങ്ങളെ
ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വേർഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, എത്തിക്കുന്നത്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്, ബിക്കോസ് യൂണിവേഴ്സ് ഇസ് വിത്ത് യു, യൂണിവേഴ്സ് ഇസ് വാച്ചിങ് യു, ഇറ്റ്സ് എ ഡിവൈൻ പ്ലാൻ. നിങ്ങൾ പോകുന്ന ഓരോ കാര്യങ്ങളും, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവിടെ വാച്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ആക്ഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ജെന്യൂൻ ആയിട്ടുള്ള ആക്ഷൻസ് എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ആൻഡ് ഒരു ടൈം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കാതെ നിങ്ങൾ ചെയ്തു പോവുക. ഓക്കെ, ബട്ട് ഗ്രൂപ്പ് നമ്പർ 1, ഈ ഒരു മാസം നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യത്തിൽ നിന്ന് പോലും ഒരുപാട് സന്തോഷങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കീപ് വർക്കിംഗ്. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളോ എന്താണെന്നുണ്ടെങ്കിൽ അതിൽ മുന്നോട്ട് വരിക. മേ ബി അത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് ഒരു രീതിയിലായിരിക്കാം, പക്ഷെ അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ബിയോണ്ട് ദാറ്റ്. ഓക്കെ, അതിനേക്കാളും മേലുള്ളൊരു കാര്യമായിരിക്കാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, അതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈവൻ നിങ്ങൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടായിരിക്കാം ആ ഒരു കാര്യം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഇത് നിങ്ങൾക്ക് അത്രയും കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ക്ലെയിം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ വരുന്ന 30 ദിവസം എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ്, എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ വരുന്ന 30 days. ഗ്രൂപ്പ് നമ്പർ 2, ലെറ്റ്സ് സീ എവിടെയൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യാം, എവിടെയൊക്കെ നിങ്ങൾ ചേഞ്ചസ് എക്സ്പെക്ട് ചെയ്യണം. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. ഓക്കെ, സോ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഓക്കെ, വീട്ടിലേക്ക് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളിലേക്കുള്ളൊരു തിരിഞ്ഞു നോട്ടം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, വാട്ട് ഐ കൻ സീ ഇസ്, നിങ്ങൾ കുറച്ച് സമയമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ സ്പിരിച്വലി, ഫിസിക്കലി, എനർജറ്റിക്കലി, ഇമോഷണലി ഒരു ഡിസ്ട്രാക്ഷനിലായിരിക്കാം നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കുക, അല്ലേ? ഇറ്റ്സ് ലൈക്ക് നാട് വിട്ടു പോയതുപോലെ. അതായത് നമ്മൾ ഒരു പ്ലേസിലായിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കുക, പക്ഷെ നമ്മൾ ചിന്തിച്ച് നമ്മൾ എവിടേക്കോ യാത്ര ചെയ്ത് വരുന്നത് പോലത്തെ ഒരു ഫീൽ. ഓക്കെ, സോ ഫൈനലി നമ്മൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു, ഓക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനത്തെ ഒരു ആലോചന വന്നത്, അല്ലെങ്കിൽ അപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പോയിട്ട് ഞാനത് വിട്ടുപോയത് എന്നുള്ളത്, അല്ലേ? സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ആക്ച്വലി ഒരു വരുന്ന 30 daysനുള്ളിൽ നിങ്ങളിലേക്ക് അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ്, ശരീരം, എനർജി റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത്, ഫാമിലിയിൽ ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് ഫാമിലിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹാർമണി ഉണ്ടാവുകയാണ്. ഓക്കെ, അത് നിങ്ങളുടെ വീട്ടിലായിരിക്കാം, നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ കുട്ടികൾ, അങ്ങനെ ആയിരിക്കാം ചില ആളുകൾക്ക് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് പോലെ. ചില ആളുകൾക്ക് ആരാണോ നിങ്ങളുടെ ആരെയാണോ നിങ്ങൾക്ക് ഹോം ആയിട്ട് തോന്നുന്നത്, അവരുമായിട്ടാണ് നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ 3 തരത്തിലായിരിക്കാം ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങൾ വരുന്ന ഒരു 30 daysൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. ബട്ട് നിങ്ങൾ ഫാമിലി ആയിട്ടായിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെയാണോ നിങ്ങൾ ആ ഒരു ഹോമായിട്ട് കാണുന്നത്, എങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ പോലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. സ്പിരിച്വലി നിങ്ങൾ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക, നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കൊണ്ടുവരിക. അതായത് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഈ നിമിഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ സറൗണ്ടിങ്ങിലേക്ക് നോക്കുക, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ഈ സമയം ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ഇമോഷൻസിൽ കുറച്ചുകൂടി ഒരു ശ്രദ്ധ കൊടുത്തിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ബിക്കോസ് ഈ സമയത്ത് നിങ്ങൾക്കറിയാം പല ആളുകളും പല സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. ഈ സമയത്ത് നിങ്ങൾ ലീഡ് ചെയ്യുന്നത്, നിങ്ങളെ ലൈഫിന്റെ ആ ഒരു നൗക നിങ്ങളെ തുഴഞ്ഞു കൊണ്ടുപോകാൻ സഹായിക്കുന്നത് നിങ്ങളുടെ ആ ഒരു മെന്റാലിറ്റി തന്നെയാണ്, പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡാണ്, അല്ലേ? എത്ര ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോയിക്കോട്ടെ, ബട്ട് ഗ്രൂപ്പ് നമ്പർ 2 വാട്ട് ഐ കൻ സീ ഇസ് നിങ്ങളുടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് ലീഡ് ചെയ്യുന്നത്, നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഓക്കെ എക്സ്റ്റേണലി പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം, ബട്ട് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ചൂസ് ചെയ്യാണ്
ഞാൻ എന്നിലേക്ക് ഫോക്കസ് ചെയ്യാണ്, ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോവാണ്, ഞാൻ എൻ്റെ അടുത്ത് ഫൊഗീവ് ചെയ്യാൻ പോവാണ്. എന്തൊക്കെ ചെയ്തോ, എന്തൊക്കെ അബദ്ധങ്ങൾ ചെയ്തോ, എന്തൊക്കെ തെറ്റുകൾ ഞാൻ ചെയ്തു പോയോ, ഞാൻ എൻ്റെ അടുത്ത് ക്ഷമിക്കുകയാണ്, ഞാൻ എന്നിലേക്ക് ഫോക്കസ് ചെയ്യാണ്, ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യാണ്, ഞാൻ എൻ്റെ കൂടെ നിൽക്കുകയാണ്. ആരെൻ്റെ കൂടെ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂടെ നിൽക്കാൻ പോവാണ്, ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഞാൻ വീണ്ടും പഠിക്കാൻ പോവാണ്, ഞാൻ വീണ്ടും പുതിയ കാര്യത്തിലേക്ക് എന്നെ അലോ ചെയ്യാൻ പോവാണ്, ഞാൻ വീണ്ടും പുതിയ ആളുകളായിട്ട് സംസാരിക്കാൻ പോവാണ്, ഞാൻ വീണ്ടും പുതിയ ജോബിലേക്ക് വരികയാണ്, ഞാൻ വീണ്ടും സീറോന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ലൈഫ്. റേസ് യുവർ ഹാൻഡ്, കമന്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്. ഗ്രൂപ്പ് നമ്പർ 2, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ ജീവിതത്തിന്റെ ആ ഒരു നൗക തുഴഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങളുടെ ആ തുഴയുന്ന കോല് വീണ് പോയിട്ടുണ്ടെങ്കിൽ, പങ്കായം അല്ലെ, പങ്കായാണ് തോന്നുന്നു, അത് വീണ് പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ഫൊഗീവ് യുവർ സെൽഫ്. എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഫൊർഗെറ്റ്, ലൈഫ് മുന്നോട്ട് നിങ്ങൾ കൊണ്ടുപോവുക. ബിക്കോസ് നിങ്ങൾ അത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അത്രയും പോസിറ്റീവ്, നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി, നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡ്, നിങ്ങളുടെ മൈൻഡിന്റെ പവർ എന്താണെന്നൊക്കെ നിങ്ങൾ അറിയാൻ പോകുന്നൊരു സമയമാണ് ഈ വരുന്ന 30 days. ഓക്കെ, റേസ് യുവർ ഹാൻഡ്, കമന്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2. ആൻഡ് എന്തൊക്കെ കാര്യങ്ങൾ ഈ വരുന്ന 30 daysനുള്ളിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ ഐ കീപ് ദിസ് കാർഡ് ഹിയർ. മേ ബി ലാസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. ഓക്കെ, സോ ബിക്കോസ് എന്തൊരു മെസ്സേജ് അതിലുണ്ട്, ബട്ട് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ടു ടേക്ക് ഓപ്പൺ ദ കാർഡ് റൈറ്റ് നൗ. ഓക്കെ, സോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്, പ്രോബബ്ലി നിങ്ങൾ ഡിക്ലൈൻ ചെയ്യുന്നത്, നിങ്ങൾ റിജക്ട് ചെയ്യുന്നത് കുറച്ച് സമയമായിട്ട്. ഓക്കെ, നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റുന്നില്ല. റൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചേഞ്ച് ആക്കണ്ട. നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോൺ മതി. അത് ഈവൻ നിങ്ങളുടെ പെയിൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ ഒരു കംഫർട്ട് ആണ് അത്. ഓക്കെ, നമ്മുടെ ചില കഷ്ടപ്പാട്, നമ്മളുടെ ചില പെയിൻ, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ കൂടെ കുറച്ച് നമ്മൾ പോകുന്ന സമയത്ത് പിന്നെ നമുക്കത് ശീലമായി പോവും. പിന്നെ നമുക്കത് മാറ്റണമെന്ന് തോന്നില്ല. നമ്മൾ അതിൽ കംഫർട്ടായി പോവും. അത് നമുക്ക് സുഖമുള്ളതുകൊണ്ടല്ല, നമ്മളതിൽ ശീലമായി പോയി, ആ ഒരു വേദനയിൽ ശീലമായി പോയി, ആ ഒരു വേർഷനിൽ നിങ്ങളുടെ ആ ഒരു വേർഷനിൽ നിങ്ങൾ യൂസ്ഡ് ആയി പോയി. അതാണ് നിങ്ങൾ കുറച്ച് സമയമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. ചേഞ്ച് ആക്കണ്ട, എനിക്ക് ചേഞ്ച് ആവണ്ട എന്നുള്ള ഒരു സ്റ്റബേൺ ആയിട്ടുള്ള ഒരു നേച്ചർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് കുറച്ച് സമയമായിട്ട് പുറത്തേക്ക് വരാൻ പറ്റാതിരുന്നത്. ബട്ട് ഗ്രൂപ്പ് നമ്പർ 2, ദിസ് ഐ വോണ്ട് ഓപ്പൺ. സി നിങ്ങൾ ആക്ച്വലി ഒരു പവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലേസിൽ നിന്ന്, ഈ ഒരു ഇമോഷൻസ് ചെയ്യുന്ന, ഈ ഒരു മെന്റാലിറ്റിയിൽ നിന്ന്, ഈ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി. ഓക്കെ, ഒരു പവർ ഡെഫിനറ്റ്ലി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതാണ് നിങ്ങളെ മുന്നോട്ട് ലീഡ് ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് എന്തോ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ വേണം നിങ്ങളുടെ ലൈഫിൽ. ഏതോ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് അത്രയും മാറ്റം വേണം, നിങ്ങൾ മാറണം. ബട്ട് നിങ്ങൾ അത് റെസിസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ബട്ട് ഫൈനലി ഈ ഒരു 30 days നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനത്തെ ഒരു വേർഷനിലേക്ക് കൊണ്ടുവരാനാണ്, നിങ്ങൾ അങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, കമോൺ. ടഫാണ്, ബട്ട് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്, മാറ്റാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. അതാണ് നിങ്ങൾ വീണ്ടും വീണ്ടും പുതിയ കാര്യത്തിലേക്ക് വരുന്നത്. വീണ്ടും ചില കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോൺ, നിങ്ങളുടെ യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രോൺ ഹാബിറ്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങളവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു സമയത്ത്. ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ മുന്നിൽ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുന്നത് വരെ നമ്മൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മേ ബി ലൈഫ് ലോങ് മൊത്തം നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും അല്ലേ. സോ നിങ്ങളുടെ മുന്നിൽ തടസ്സമുണ്ട്, ചില കാര്യങ്ങളെ നിങ്ങൾ വിട്ട് വേറെ റൂട്ടിലേക്ക് വരാണ്, പുതിയ വഴി, പുതിയ പാത്സ് നിങ്ങൾ ചൂസ് ചെയ്യാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാണ്. ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ബെയർ ചെയ്യാൻ വയ്യ അല്ലെ, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം വേണം. സോ ഫൈനലി നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈക്ക് ഈ സമയം ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാം, ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് എടുക്കാം. ഓക്കെ, ആൻഡ് അവിടെ ആരുടെ കൂടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഫിയറിനോട്, നിങ്ങളുടെ ഡൗട്ട്സിനോട്, നിങ്ങളുടെ ആ ഒരു കംഫേർട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനോട്, നിങ്ങളുടെ ചില ഹാബിറ്റ്സിനോട്, അഡിക്ഷനോടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മളുടെ ഉള്ളിൽ ഗ്രോൺ ഹാബിറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യത്തിനോട് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ല. ബട്ട് ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ അതിൽ വില്ലിങ് ആവുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ എന്തോ ഒരു പവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുന്നോട്ട് ലീഡ് ചെയ്യാൻ. ഓക്കെ, 21 days, ഗ്രൂപ്പ് നമ്പർ 2, 21 days.
ഓക്കെ. 21 നമ്പർ 21 നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങളൊരു പുതിയ ഹാബിറ്റ് എവിടെയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. 12 21 ഇറ്റ്സ് എ മിറർ നമ്പർ ആൻഡ് ഹിയർ ഇവിടെ ഷാഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ. 12 21 മിറർ, വിച്ച് മീൻസ് നിങ്ങൾ പുറത്തുള്ള ഒരു കാര്യത്തിനോടല്ല നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്, പുറത്തുള്ള ഒരു കാര്യത്തിനോടല്ല നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അവരിങ്ങനെ ചെയ്തു, അതെനിക്ക് വർക്കായില്ല, ഇവിടുന്ന് അത് കിട്ടിയില്ല, അത് തന്നില്ല, അതല്ല. നിങ്ങൾ നേരെ കാണേണ്ടത് നിങ്ങളെ തന്നെയാണ്. ഓക്കെ. ബിക്കോസ് നിങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സിമ്പതി, നിങ്ങളുടെ എംപതി, നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ഇമോഷൻസ്, നിങ്ങളുടെ ചില ഫാന്റസീസ്, നിങ്ങളുടെ ചില ഓവർ എക്സ്പെക്ടേഷൻ, നിങ്ങളുടെ ചില ഫിയർ, നിങ്ങളുടെ ചില ഗ്രോൺ ഹാബിറ്റ് അല്ലെങ്കിൽ കംഫേർട്ട് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ ഇനി എന്തൊക്കെയാണോ നിങ്ങൾ അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്കത് വിട്ടുകളയാൻ സാധിക്കുന്നുണ്ട്. ഈ വരുന്ന 30 ഡേയ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു 30 ഡേയ്സിനുള്ളിൽ എന്തോ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശീലമില്ലാത്തൊരു കാര്യം, നിങ്ങൾക്കൊട്ടും ശീലമില്ലാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോവാണ്. അത് ഇഷ്ടത്തോടു കൂടി ഒന്നും ആയിക്കൊള്ളണമെന്നില്ല എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കുക. ചില ആളുകൾ ആ ഒരു ഡിറ്റർമിനേഷനോട് കൂടെ തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് ചില ആളുകൾ അത് വേറെ നിവൃത്തിയില്ല, മാറല്ലാണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ മാറാൻ തുടങ്ങുകയാണ്. ഓക്കെ. ബട്ട് അങ്ങനെ മാറുന്ന സമയത്താണ് നിങ്ങൾ പിന്നെ അതിൽ നിങ്ങൾ ആസ്വദിച്ച് വരും. സോ ഇനീഷ്യലി ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടുണ്ടാവും, കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാവും, കുറച്ച് ചാലഞ്ച്ഡ് ആയിട്ട് തോന്നും. പക്ഷേ വേറെ വഴിയില്ല, നിങ്ങൾ മുന്നോട്ട് പോവാം. ഒരു സമയത്താണ് അതാണ് നിങ്ങളുടെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. എന്താണോ നിങ്ങൾ ഈ സമയത്ത് ചൂസ് ചെയ്യാൻ പേടിച്ച് നിൽക്കുന്ന ഒരു വഴി എന്താണോ അത് തന്നെയാണ് നിങ്ങളുടെ അടുത്ത പാസ്. നിങ്ങൾക്ക് തോന്നും അതൊരു പുതിയ വഴിയാണ്, ഒരു പുതിയ മാറ്റാണ്, പുതിയ കാര്യമാണ്, അല്ലെങ്കിൽ പുതിയ കാര്യം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ടോക്സിക് പ്ലേസിലാണ്, ഒരു ഗ്രോത്ത് ഇല്ലാത്തൊരു പ്ലേസിലാണ്. സോ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നത് വരെ നിങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ ഒരു ട്രയാങ്കിളിൽ അല്ലെങ്കിൽ അതേ ഒരു പൊസിഷനിൽ തന്നെയാണ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നത്, അല്ലേ? സോ അവിടുന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പുതിയൊരു കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് ഒട്ടും ശീലമില്ലാത്തൊരു കാര്യമാണ്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളത് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ചില ലെസൺസ് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്, ചില കാർമിക് ലെസൺസ് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഗൈസ് ചില കണക്ഷൻസ് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 2 നമ്പർ 5 അഗൈൻ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ന്യൂ പാസ്. ഓക്കെ. നിങ്ങൾ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു, ചില ആളുകൾ നിങ്ങൾ വിട്ടുകളയാണ്, ഈവൻ നിങ്ങളുടെ പാരൻസിന്റെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ. സോ ചില ആളുകൾ നിങ്ങളുടെ പാരൻസിനെ വിട്ടു നിൽക്കുന്നുണ്ട്. പാരൻസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു കർമ്മ അല്ലെങ്കിൽ ഒരു കർമ്മയുടെ ഒരു റിഫ്ലക്ഷൻ നിങ്ങൾക്ക് മേ ബി ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ പാരൻസ് എങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്തു, അല്ലെങ്കിൽ പാരൻസ് എന്ത് സിറ്റുവേഷനിൽ കൂടെ പോയി, മേ ബി നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടായിരിക്കണം ഞാനും അതേ അവസ്ഥയിൽ കൂടിയാണോ പോകുന്നത്, അതേ ഒരു റെപ്യൂട്ടേഷൻ ആണോ എൻ്റെ ലൈഫിലും സംഭവിക്കുന്നത് എന്നുള്ളത്, അല്ലേ? ബട്ട് അങ്ങനെയല്ല, അവിടെ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങൾ ആ ഒരു സൈക്കിളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ പാരൻസ് വളരെ ഒട്ടും സമ്പാദിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം അത് നിങ്ങളുടെ പാരൻസിന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ പാരൻസ് ഒട്ടും പഠിപ്പില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം നിങ്ങളുടെ ഫാമിലിയിൽ ആദ്യത്തെ അത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുന്നത്. നിങ്ങളുടെ പാരൻസിന് എന്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, എന്ത് പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ നിങ്ങളായിരിക്കാം ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ചില ആളുകളുടെ ലൈഫ് എന്നാണ് നിങ്ങൾ അങ്ങനെ വരാൻ പോകുന്നത്. ഓക്കെ. അതെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ബട്ട് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ അങ്ങനത്തെ ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഡിഫിക്കൽട്ടാണ്, ബട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത് കളയാണ്, നഷ്ടപ്പെട്ടു പോവാണ്. അല്ല, എന്താണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഡിഫറെൻറ്റ് പാത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കാം ആ പാത്ത് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക? ജസ്റ്റ് നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി, അല്ലേ? സോ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങളെ എന്ത് മാറ്റമായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങൾക്ക് അറിയണം, അല്ലേ? അവെയർനെസ്, നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ കോൺഫിഡൻസ് കൊണ്ട് നിങ്ങൾ ചിരിക്കും, അറിവ് കൊണ്ട് നിങ്ങൾ ചിരിക്കും, അറിവ് കൊണ്ട് നിങ്ങൾ അറിയപ്പെടും, അറിവ് കൊണ്ട് നിങ്ങൾ കാം ആവും. ഓക്കെ. ഇറ്റ്സ് ലൈക്ക് ഒരുപാട് അറിവുള്ള ആളുകൾ വളരെ കാം എനർജിയാണ് അവർക്ക്, അല്ലേ? സോ എന്താണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്? അത് നിങ്ങൾ ഒരുപാട് കാം ആക്കി കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സ്ട്രഗിൾ നിങ്ങൾ പിന്നീട് അതൊരു വിഷമമായിട്ടല്ല എടുക്കാൻ പോകുന്നത്.
അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊരു നല്ല മെമ്മറി ആയിട്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ആൻഡ് ജസ്റ്റ് ഇമാജിൻ ലൈക്ക് നമ്മൾ ചില ആളുകൾ കണ്ടില്ലേ, അവരുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്പീച്ച്, അവർ ഒരു ടൈമിൽ ചെയ്തിട്ടുള്ള അബദ്ധങ്ങൾ, ഒരു ടൈമിൽ അവരുടെ സ്ട്രഗിള് പിന്നീട് പറയുന്ന സമയത്ത് അവർക്ക് അത്രയൊരു പെയിൻ അവരുടെ ഒരു സംസാരത്തിൽ ഉണ്ടാവില്ല. ഐ ക്യാൻ സീ അങ്ങനത്തെ ഒരു സ്പീച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന്. ഓക്കെ, സോ ഇന്ന് പോകുന്ന ഒരു അവസ്ഥ ഒരു സമയത്ത്, ട്രസ്റ്റ് മീ ഗ്രൂപ്പ് നമ്പർ 2, ഇന്ന് നിങ്ങളുടെ ഒരു കഷ്ടപ്പാട്, ഇന്നത്തെ എന്താണോ നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ പോകുന്ന പ്രശ്നം, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് സിറ്റുവേഷൻ, നിങ്ങളുടെ ട്രോമ, നിങ്ങൾ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു പ്ലേസിൽ എത്തുന്ന സമയത്ത് ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ വലിയൊരു ജ്ഞാനിയെ പോലെ സംസാരിക്കും. ആ ഒരു വിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാവും, ആ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവും, ആ ഒരു ലൈറ്റ് ആയിട്ട് കാര്യങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഗ്രൂപ്പ് നമ്പർ 2, ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 3, വരുന്ന 30 ദിവസത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3, what major blessings are coming for you? Okay, I think now you can see the cards. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവാൻ പോവാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ കാണാൻ പോവാണ്, വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ കാണാൻ പോവാണ്. ഓക്കെ, ആൻഡ് അത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് മനസ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന് അത്രയും സന്തോഷം ഉണ്ടാക്കുന്ന ചില കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില സത്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ചില സത്യങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ റിവീൽഡ് ആവുന്നുണ്ട്. ഓക്കെ, ഓർ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 3, ഐ ഡോണ്ട് നോ ഈ ഒരു 30 ഡേയ്സിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ആണോ എന്നുള്ളത് അറിയില്ല, നിങ്ങൾ ആരും കണ്ടുപിടിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഫോർ ഷുവർ. നിങ്ങൾ എന്തെങ്കിലും റിസർച്ച് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, PhD പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, ഡിസ്കവർ ചെയ്യാൻ ഡെഫിനറ്റ്ലി സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, ടേക്ക് ദിസ് ആസ് എ കൺഫർമേഷൻ. ഞാൻ വെറുതെ പറയാണെന്ന് വിചാരിക്കരുത്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. യു ആർ എ ബോൺ സയൻറ്റിസ്റ്റ്. സയൻറ്റിസ്റ്റ് ആണ് നിങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ ലൈക്ക് ചില കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ് മീ നോ നിങ്ങൾ എത്ര ആളുകൾ ഈ ഒരു 30 ഡേയ്സിനുള്ളിൽ ട്രെക്ക് ചെയ്യുന്നുണ്ട്, മൗണ്ടെയിനിലേക്ക് പോകുന്ന ആളുകളുണ്ടെങ്കിൽ പറയൂ. ഓക്കെ, നിങ്ങൾ ഈ ഒരു 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡിസ്കവറി ചെയ്യുന്ന ഒരു പ്രിപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ, ഈ 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യാണ്, മൗണ്ടെയിനിലേക്ക് യാത്ര ചെയ്യാണ്. ഓക്കെ, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾ, ഓർ നിങ്ങൾ എവിടെയാണോ, കുറേ പൂക്കൾ എവിടെയാണോ, ഒരുപാട് പൂക്കളുള്ള സ്ഥലത്ത് നിങ്ങൾ ചെന്നെത്തുന്നുണ്ടെങ്കിൽ ഗൈസ്, ഇത് നിങ്ങൾക്കുള്ള സൈനാണ്. നിങ്ങളൊരു ബോൺ സയൻറ്റിസ്റ്റ് ആണ്. ഓക്കെ, സോ ജന്മസിദ്ധമായിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളുകളാണ്. ഓക്കെ, അത് എന്തിലും ആയിരിക്കാം, ഏത് ഫീൽഡിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഏത് പാഷനിലായിരിക്കാം, എന്തിലും ആയിരിക്കാം. ചില ആളുകൾക്ക് അത് ടെക്നിക്കലി ആണ്. ഓക്കെ, നിങ്ങൾ IT റിലേറ്റഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, ടെക്നിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതൊരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക. എക്സാംസ് ഒക്കെ എഴുതുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗൈസ്, ഇറ്റ്സ് യുവർ ടൈം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, വരുന്ന 30 ഡേയ്സിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 3, ആൻഡ് അഗെയിൻ നിങ്ങൾ ലൈഫ് കുറെ കൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. ഓക്കെ, ലൈഫിൽ പല കാര്യങ്ങളും കാണാനുള്ള ഒരു വെളിച്ചം, ഒരു ജ്ഞാനം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ലൈറ്റ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ട് ചെയ്യുക. വെളിച്ചം വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം ചില വെളിച്ചം നിങ്ങളുടെ കണ്ണിലൂടെ കാണാൻ സാധിക്കുന്ന സമയത്താണ് ആർക്കും കാണാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കാം, അല്ലെ? അത് സ്പിരിച്വലി ആയിരിക്കാം, മേ ബി അത് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, ആകാശം, സ്കൈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നക്ഷത്രം. ഓക്കെ, ഓർ മേ ബി ലൈക്ക് നിങ്ങൾ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ്, എയർ മോഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട്, ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ,
ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു വെളിച്ചുണ്ട്, എന്തോ ഒരു കാര്യം കാണാൻ വേണ്ടി. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മാത്രം കാണേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് മാത്രം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അത് കാണാനുള്ള ഒരു വെളിച്ചം നിങ്ങളുടെ കണ്ണിന് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു വെളിച്ചം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് ലൈക്ക് നിങ്ങൾക്ക് ചില ആളുകൾക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് ആണ്. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പാഷനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, 30 days from now, stand your ground. ഗ്രൂപ്പ് നമ്പർ 3, and again നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ടൊരു വ്യക്തിത്വം നേടിയെടുക്കുന്ന ആളുകളാണ്. ഓക്കെ, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള സ്വന്തമായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളിലൂടെ ആയിരിക്കും ചില കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഈ ഒരു വരുന്ന 30 ഡേയ്സിനുള്ളിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ചില ഇൻസ്പിറേഷൻ ഉണ്ടായിരിക്കണം. ചില ആളുകൾ ഓൾറെഡി അത് അച്ചീവ് ചെയ്യും ഈ ഒരു 30 ഡേയ്സിനുള്ളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഡിഫറെൻ്റ് ആണെന്നുള്ളത്. ചില ആളുകൾ അതിൽ ആക്ഷൻ എടുത്ത് തുടങ്ങും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അത് ഇമോഷണലി ആയിരിക്കാം. ഇമോഷണലി നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ, നിങ്ങളുടെ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ ചില കാര്യങ്ങൾ ഓക്കെ ഇതെനിക്ക് ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരേ സമയത്ത്. ആൻഡ് അഗെയിൻ ഗ്രൂപ്പ് നമ്പർ 3, ഈ ഒരു 30 ഡേയ്സിൽ നിങ്ങളൊരു മൾട്ടി ടാലന്റർ പോലെയാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും, ബട്ട് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും കൂടെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള നിങ്ങളുടെ പാഷൻ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കൂടെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ആ ഒരു കഴിവ് ഡെഫിനറ്റ്ലി പ്രൈസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. എസ്പെഷ്യലി നിങ്ങൾ ഒരു വർക്ക് പ്ലേസിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഡെഫിനറ്റ്ലി നോട്ടീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് പ്രോബബ്ലി നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളൊരു കോർപ്പറേറ്റ് ജോബിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രൊമോഷനോ നിങ്ങളെ കുറച്ചുകൂടി ഒരു ബെറ്റർ പൊസിഷനിലേക്ക് കൊണ്ടുവരാനോ നിങ്ങളെ കൺസിഡർ ചെയ്യാനോ ഈ ഒരു പ്രവൃത്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മൾട്ടി ടാസ്കിങ് പവർ. ഓക്കെ, ഈവൻ ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു പൊസിഷനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ പൊസിഷൻസ് ഈ ഒരു വരുന്ന 30 ഡേയ്സിൽ നിങ്ങൾ നോക്കില്ല. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എത്ര റിച്ച് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ സാധാരണക്കാർ ചെയ്യുന്ന കാര്യം പോലും നിങ്ങൾ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും വളരെ സാധാരണക്കാർ നിങ്ങളുടെ താഴെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു ജോബ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്, അല്ലേ? സോ നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ ശരിയാവില്ല. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത്. നിങ്ങൾ അങ്ങനെ ഒന്നുകിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് അത് ബൈ ബേഴ്സ് നിങ്ങളുടെ ഒരു ടാലന്റ് ആണ്. പല കാര്യങ്ങളും ഒരു മൾട്ടി ടാസ്കിങ്, അല്ലെങ്കിൽ ഒരേ സമയം പല 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 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓടി നടന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ സിറ്റുവേഷൻ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് അറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ. ഓക്കെ, ആൻഡ് നിങ്ങൾക്കത് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. മേ ബി ലൈക്ക് നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ ഒരു 30 ഡേയ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ പല പ്ലേസിലും കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യാനുണ്ട് എന്നുള്ളത്, അല്ലേ? ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3 മേ ബി ലൈക്ക് നിങ്ങൾ അങ്ങനെ മൾട്ടി ടാസ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലുമൊക്കെ മേജർ ഇവന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, അല്ലെ? നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ഇവന്റ് ആയിരിക്കാം, മാരേജ് ആയിരിക്കാം, എന്തെങ്കിലും ഫംഗ്ഷൻസ് ഫാമിലിയിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. മേ ബി നിങ്ങൾക്കായിരിക്കാം ഒരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടാവും. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കും, അല്ലെ? സോ ഇങ്ങനെ എന്തോ ഒരു കാര്യത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. അത് നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ഗ്യാദർ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ പറയല്ലോ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3 നേരത്തെ പറഞ്ഞത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക ദ ട്രൂസ്. നിങ്ങൾ ചില കാര്യങ്ങൾ കാണാൻ പോവാണ്, ചില കാര്യത്തിന്റെ ഒരു ട്രൂ നേച്ചർ, ഒരു നേക്കഡ് വേർഷൻ നിങ്ങൾ കാണാൻ പോവാണ്. ഓക്കെ, ജെന്യൂൻ വേർഷൻ നിങ്ങൾ കാണാൻ പോവാണ്. ബട്ട് ഈവൻ നിങ്ങൾക്കതൊരു വലിയൊരു ഷോക്കായിട്ട് തോന്നിയാലും അത് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും എന്താണോ നിങ്ങളെ
അങ്ങനെ കാണുന്നത് അത് നിങ്ങളൊരു വീക്കായിട്ട് എടുക്കില്ല, അല്ലെങ്കിൽ നിങ്ങളെ തളർത്താനുള്ള ഒരു കാര്യമായിട്ട് എടുക്കില്ല. നിങ്ങളത് വളരെ ബോൾഡായിട്ട് എടുക്കുന്നുണ്ട്. ബിക്കോസ് ദിസ് ഇസ് സംതിങ് ദാറ്റ് നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾക്ക് തരുന്ന ഒരു കൺഫർമേഷൻ ആണ്, നിങ്ങളുടെ ഡെസ്റ്റിനി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സി ഗ്രൂപ്പ് നമ്പർ 3 വോട്ട് ഐ കൻ സി, ഈ ഒരു സമയത്ത് നിങ്ങളെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ നിങ്ങൾ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഐ കൻ സീ ദാറ്റ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ആക്കിയിട്ടുണ്ട്, അല്ലെ? കൺഫ്യൂസ് ആക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് പോകണോ, ഈ വഴി പോകണോ, ആ ആളിലേക്ക് പോകണോ, ഈ ആളിലേക്ക് പോകണോ എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. അല്ലെങ്കിൽ ചില ആളുകൾ മനഃപൂർവ്വം ഒരു മാനിപ്പുലേഷൻ, അല്ലെങ്കിൽ ചില ആളുകളുടെ വാക്കുകൾ നിങ്ങളെ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ബട്ട് നിങ്ങൾ വരേണ്ടതായിട്ടുള്ള ഒരു പാസിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് അവിടെ ഡെസ്റ്റിനി ഇൻവോൾവ് ആവുന്നത്. ബിക്കോസ് നിങ്ങൾ ഈ സമയത്ത് ഒരു പ്ലേസിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കേണ്ട ആളുകളല്ല. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ചില കാര്യങ്ങൾ റിവീൽഡ് ആവുന്നത് നിങ്ങളുടെ മുന്നിൽ. എപ്പോഴും ഒരാളെ പറ്റിക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ ഒരാൾ പറ്റിക്കുന്നുണ്ട് എന്നുള്ളതല്ല. ഓക്കെ, എന്തോ ഒരു കാര്യങ്ങൾ അവിടെ റൈറ്റ് ആയിട്ടല്ല, എന്തോ ഒരു കാര്യങ്ങൾ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്, ആരുടെ ഒരു ട്രൂ നേച്ചർ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്, എന്തോ ഒരു കാര്യത്തിന്റെ സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഈ ഒരു കാര്യം അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള വഴിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി. ഓക്കെ, സോ നിങ്ങളത് കണ്ടാലേ, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയാലേ, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്താലേ ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വഴിയിലേക്ക് വരാൻ പറ്റുള്ളൂ, അല്ലെ? നിങ്ങളുടെ കൺഫ്യൂഷൻസും നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങളുടെ ഫിയറും നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങളുടെ എക്സാക്ട് റീസൺ, എക്സാക്ട് വേർഷൻ, എക്സാക്ട് ഫേസ് മനസ്സിലാക്കിയാലും, അല്ലെ? സോ നിങ്ങൾ അങ്ങനെ കാണേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഒരിക്കലും നിങ്ങൾ അതൊരു വിഷമമായിട്ടോ ഒന്നും നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലൈറ്റ് എന്താണ്? ഇത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ചില ആളുകളുടെ ഒരു സ്പെഷ്യൽ എൻട്രി ആണ് നിങ്ങളുടെ ലൈഫിലേക്ക്. ഓക്കെ, മേ ബി ലൈക്ക് ചില സിറ്റുവേഷനിൽ കൂടെ പോയി നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ടാവും. സോ അവിടെയാണ് ഒരു റൈറ്റ് കാര്യം അല്ലെങ്കിൽ റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എൻട്രി ചെയ്യുന്നത്, ചില കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടി, ചില സ്പിരിച്വൽ ചേഞ്ചസിന് വേണ്ടി. ഓക്കെ, അതാണ് നിങ്ങൾക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു ലൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ഷൻ, നിങ്ങൾക്ക് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അനുഭവം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് മാത്രം, നിങ്ങൾ മാത്രമാണ് അവിടെ. ഓക്കെ, നിങ്ങൾ മാത്രം മീൻസ് നിങ്ങളും ഈ ഒരു കാര്യം. ഓക്കെ, സോ അതായിരിക്കാം മേ ബി ലൈക്ക് നിങ്ങൾ അറിയാൻ പോകുന്നൊരു രഹസ്യം എന്ന് പറയുന്നത്, അറിയാൻ പോകുന്ന ഒരു സത്യം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് എന്താണ് ഈ ഒരു കാര്യം, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കണക്ട് ആവുന്നത്, ഒരു ഹാർമണി നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്, അതായത് നിങ്ങളും വേറൊരു കാര്യം. ഓക്കെ, സ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ, നിങ്ങൾ റൊമാൻറ്റിക് ലൈഫിൽ വരുന്ന സമയത്ത് ചില ആളുകളുടെ ഒരു സ്പെഷ്യൽ എൻട്രി നിങ്ങൾ ഒരുപാട് അവേക്കൻ ആക്കുന്നുണ്ട്. ഓക്കെ, സ്പിരിച്വലി എക്സാക്ട്ലി നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്, നിങ്ങൾക്ക് അറിയാം ചില കാര്യങ്ങളെ കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ കൂടെയുള്ള ആളുകളൊക്കെ നിങ്ങൾ സ്പിരിച്വലി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെ? നിങ്ങൾക്ക് അവർ പറയുന്നത് മനസ്സിലാവില്ല, അവർക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലായിക്കൊള്ളണമെന്നുണ്ടാവില്ല, അല്ലെ? ബട്ട് നിങ്ങൾ ഒരുപാട് ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ ഇൻസൈറ്റ് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം, പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെ? ഇറ്റ്സ് ലൈക്ക് നമുക്ക് അറിയാം ഒരാൾ ചെയ്യുന്നൊരു തെറ്റ്, നമുക്ക് അറിയാം ഓക്കെ അതൊരു തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം, പക്ഷെ അവർക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരാൾ നിങ്ങളുടെ തെറ്റ് ചെയ്തെന്നുള്ളതല്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് സ്പിരിച്വലി ചില കാര്യങ്ങൾ അറിയാം, നിങ്ങൾ അവെയർ ആണ്, ബട്ട് അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ അങ്ങനെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ ഒരു വരുന്ന 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഹാർമണി എന്ന് പറയുന്നത്, ഈ ഒരു കണക്ഷൻ, ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, ഈ ഒരു സപ്പോർട്ട്, ഈ ഒരു ഫിസിക്കൽ സപ്പോർട്ട്, അതായത് ഒരു റൈറ്റ് പേഴ്സന്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, അതായത് ഒരു റൈറ്റ് പേഴ്സന്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. സോ ഇത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുള്ള, നിങ്ങൾക്ക് അറിയാം ആരാണ് ഈ ഒരു വ്യക്തി എന്നുള്ളത്. അവർ ചില ആളുകൾക്ക് നിങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സണെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എൻട്രി ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ എത്ര സ്പെഷ്യൽ ആണ്, സ്പിരിച്വലി നിങ്ങൾ അവേക്കൻ ആവാനുള്ള ടൈം ആയിട്ടുണ്ട്. മേ ബി ലൈക്ക് നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്.
ഓക്കെ. ആൻഡ് അവിടെ ചില കാര്യങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ചില പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യത്തിലേക്കോ അല്ല നിങ്ങൾ ഈ ഒരു സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ. സോ എന്തൊരു കാര്യം നിങ്ങളുടെ ഡെസ്റ്റിനുള്ള ഒരു കാര്യം ഈ വരുന്ന 30 ഡേയ്സിനുള്ളിൽ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ. ഇത് നിങ്ങളുടെ സോൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അത് പ്ലാൻ ചെയ്ത് കാത്തിരുന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഓക്കെ. ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു കാര്യം ഓൾറെഡി നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 3. നമുക്കൊരു ഡിസയർ ഉണ്ട് നമ്മളുടെ ഉള്ളിൽ. സി ഈ കാർഡ്സ് മാത്രം നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ. നമ്മൾ പറയും ചില ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് ബിക്കോസ് അത് ഓൾറെഡി നമുക്കുള്ളതാണ് അല്ലെ, നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ്, നമ്മുടെ വിധിയിലുള്ളതാണ്, നമ്മുടെ ഡെസ്റ്റിനി അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ സെൽഫിലുള്ള ഒരു കാര്യമാണ്. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ എന്താണോ നിങ്ങൾ ഈ ഒരു സമയത്ത് ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, അത് ഓൾറെഡി നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 3. ആൻഡ് അത് ഇങ്ങനത്തെ ഒരു കാര്യമാണ്. ഓക്കെ. അവിടെ നിങ്ങൾ മാത്രമല്ല, അവിടെ ഒരു കാര്യം കൂടെ ഉണ്ടാവുന്നുണ്ട്. അവിടെ ഒരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അവിടെ ഒരു ഹാർമണി ഉണ്ടാവുന്നുണ്ട്. അവിടെ ഇറ്റ്സ് ലൈക്ക് എ ശിവശക്തി. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ ക്യാൻ സീ. ശിവശക്തി, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ. ഇത് ഓൾറെഡി എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്ത് ഫേസിലൂടെയാണെങ്കിൽ സമയത്ത് പോകുന്നുണ്ടായിരിക്കുക, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. ഓക്കെ. ഇത് ഓൾറെഡി ഉണ്ട്. ബട്ട് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. റൈറ്റ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല അല്ലെ. ഇന്ന കാര്യങ്ങൾ ഈ സമയത്തിനുള്ളിൽ സംഭവിക്കുന്ന ഒരാൾക്കും അങ്ങനെ കാണാൻ സാധിക്കില്ല. റൈറ്റ്. ബട്ട് ഈ സമയം നിങ്ങൾ ലീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ക്ഷമ, പ്ലാനിങ്സ്, സാഹചര്യത്തിൽ കൂടെ പോവുക, അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അതിലേക്ക് എത്തുന്നത് വരെ ആ ഒരു കൺഫ്യൂഷൻസും സ്ട്രെസ്സും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. ബട്ട് മനസ്സിലാക്കുക, എന്താണോ നിങ്ങൾ ഈ സമയം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്, അത് ഓൾറെഡി നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യമാണ്. അത് ഓൾറെഡി നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിലുള്ള ഒരു കാര്യമാണ്. അത് ടൈം എടുത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ ബി പേഷ്യൻ. നിങ്ങളെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ കൺട്രോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. യെസ്, ഇതാണ് എനിക്ക് വേണ്ടത് അല്ലെ, ഇതാണ് എൻ്റെ പാഷൻ, ഇതാണ് എൻ്റെ പേർപ്പസ്, ഇതിലേക്കാണ് ഞാൻ എത്തേണ്ടത്. യെസ്, നിങ്ങൾക്ക് ആ ഒരു ഇൻസൈറ്റ് ഓൾറെഡി കിട്ടി. നിങ്ങൾക്ക് ആ ഒരു കാര്യം ഓൾറെഡി കണക്റ്റഡ് ആയിട്ട് തോന്നി. അത് ഓൾറെഡി നിങ്ങളുടെ അലിഞ്ഞതായിരുന്നു. അത് ഓൾറെഡി നിങ്ങളത് ഓൾറെഡി സിങ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് എക്സാക്ട്ലി വേണ്ടത് എന്നുള്ളത് അറിയാം. ബട്ട് ഓടിച്ചെന്ന് നമ്മളത് മനസ്സിലാക്കിയോണ്ട് നമുക്ക് ഓടിച്ചെന്ന് അവിടെ എത്താൻ സാധിക്കില്ല. നമ്മൾ അതിലേക്ക് നടന്നു തന്നെ പോകണം അല്ലെ. ആ ഒരു യാത്ര ചെയ്തിട്ട് വേണം അതിലേക്ക് എത്താൻ. നിങ്ങൾ അങ്ങനത്തെ ഒരു യാത്രയിലാണ് പോകുന്നത്. സോ അവിടെ പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തോന്നും. ഇപ്പൊ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്, ഇത് തന്നെയാണ് എൻ്റെത്, ഇത് എൻ്റെതാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ നെക്സ്റ്റ് മൊമെന്റിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാം. ബിക്കോസ് നിങ്ങളുടെ ജേർണി അങ്ങനെയാണ്. ഓക്കെ. ബട്ട് മനസ്സിലാക്കുക, എന്താണോ നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈറ്റ് നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്, അത് ഓൾറെഡി നിങ്ങളുടേതാണ്. ബട്ട് ടൈം കൊടുക്കുക. ചില കാര്യങ്ങൾ നാച്ചുറലി അൺഫോൾഡ് ആവട്ടെ, നാച്ചുറലി അതിൻ്റെ ഒരു പർപ്പസിലേക്ക് വരട്ടെ, നാച്ചുറലി അതായിട്ട് തന്നെ അലൈൻഡ് ആയിട്ട് വരട്ടെ. അതുവരെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക, നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ കണക്ട് ചെയ്യുക. ഈ ഒരു കാര്യത്തിന്റെ പ്രസൻസോട് കൂടിയിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ 3. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾക്ക് എത്ര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ.